സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുന്നിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. തിരുവചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ഒരു വചനം ഞാൻ നിങ്ങളെ വായിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും കേൾക്കുക. ജെറുസലേമേ, ജെറുസലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി തിരുസന്നിധാനത്തിലായിരിക്കുന്നു. കർത്താവേ, എൻ്റെ അധരത്തിൽ കൂടെ അങ്ങ് സംസാരിക്കണമേ. ഇത് കേൾക്കുന്ന എല്ലാ മക്കളും അവരുടെ ജീവിതത്തിൽ യഥാർത്ഥ കർത്താവിനെ അനുഭവിക്കുവാനിടയാകണം. അവർ ദൈവത്തെ രുചിച്ചറിയണം, ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കണം, ദൈവത്തിൽ നിന്നുള്ള ആ വിടുതൽ അനുഭവിക്കണം. ദൈവത്തിൻ്റെ എല്ലാ കൃപകളാലും അവർ നിറയ്ക്കപ്പെടണം. അതിനായി വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ അവരിൽ ഉണ്ടാകണം. കേൾക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലണം. അവർ ദൈവമക്കളായി തീർന്നു ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. ഈ ലോകത്തിൻ്റെ ദുഷ്ടശക്തികളിൽ നിന്നെല്ലാം അവർ വിടുവിക്കപ്പെടണം. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കണം, വിടുതൽ ഉണ്ടാകണം. കർത്താവേ, വചനമാണല്ലോ വിടുവിക്കുന്നത്. വചനം കേൾക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ എൻ്റെ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വിഷയവുമായി നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു ഞാൻ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വായിച്ച് കേട്ട ഭാഗം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സുവിശേഷത്തിൻ്റെ കാലഘട്ടത്തിൽ ജനങ്ങളോട് സംസാരിച്ച ഒരു ഭാഗമാണ്. എന്തുകൊണ്ടെന്നാൽ പലവട്ടം എനിക്ക് നിങ്ങളെ ചേർക്കുവാൻ മനസ്സുണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾക്ക് മനസ്സുണ്ടായില്ല. കാരണം പലവട്ടം എന്ന് പറയാൻ കാരണം ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടിരുന്ന ദൈവം അബ്രഹാമിൻ്റെ, ഈസാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അവിടെ വെളിപ്പെട്ടു. ആ അബ്രഹാമിൻ്റെ സന്തതികളെ, മിസ്രൈമിൽ അടിമയായി കിടന്നവർ, അതായത് കുറച്ചു കാലം അവർ നന്നായിരുന്നു. യോസഫിൻ്റെ കാലത്ത് അവർ നല്ല സുഖം അനുഭവിച്ചുവെങ്കിലും യോസേഫ് എല്ലാം മരിച്ചതിന് ശേഷം അവിടെ വേറൊരു യോസേഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ വരികയും ഇസ്രായേൽ ജനം വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇവർ വലിയൊരു ജാതിയായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും കഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇവരും അവിടുത്തെ ദൈവങ്ങളെ ആരാധിച്ച്, അന്യദൈവങ്ങളെയെല്ലാം ആരാധിച്ച് യഥാർത്ഥ സത്യദൈവത്തെ അവർക്ക് വിളിക്കാൻ പറ്റാതെ അങ്ങനെ കുറേ കാലം അവിടെ ജീവിച്ചു പോന്നു. അപ്പോൾ ഇവരെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നത് ഇവർക്ക് സഹിക്കാൻ വയ്യാതെ അവസാനം ഒരു നിവൃത്തിയുമില്ലാതെയാണ് ദൈവത്തെ വിളിക്കുന്നത്. അതുവരെ അവർ ദൈവത്തെ വിളിക്കുന്നില്ല. അവിടുത്തെ എല്ലാ സുഖവും അനുഭവിച്ച് അവിടുത്തെ ആചാരങ്ങളെയൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങ് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ദൈവം ഇറങ്ങി വരികയാണ് ഇവരെ വിടുവിക്കുവാൻ. എന്തുകൊണ്ടെന്നാൽ അബ്രഹാമിനും ഈസാക്ക് യാക്കോബിൻ്റെ ദൈവമെന്നു പറഞ്ഞല്ലോ. അബ്രഹാം അവന് വാക്ക് കൊടുത്തതാണ്, ഞാൻ നിൻ്റെ സന്തതി ആകാശത്തിൻ്റെ നക്ഷത്രങ്ങളെ പോലെയും കടലിലെ മണൽത്തരി പോലെയാക്കുമെന്ന്. അപ്പോൾ ഇത്രമാത്രം ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ ദൈവത്തിൻ്റെ ആ കരുണയാണ് അന്ന് അവിടെ വെളിപ്പെട്ടത്. ഇതുപോലെ പല പ്രാവശ്യം ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാം പ്രവാചകന്മാരിൽ കൂടെയും ന്യായാധിപന്മാരിൽ കൂടെയും ഒക്കെയാണ് അന്ന് പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം മോശയാണ് അവിടെ കർത്താവ് ആദ്യം തിരഞ്ഞെടുത്തത്. മോശയെ ദൈവം ഫറവോന് ദൈവമാക്കിയാണ് വച്ചിരുന്നത്. പുറപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ അത് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു, അഹരോനെ പുരോഹിതനുമാക്കിയിരിക്കുന്നു, പ്രവാചകനാക്കിയിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം ഇറങ്ങി വന്ന് മോശയെ അവിടെ നിയമിക്കുകയാണ് ജനത്തിനു വേണ്ടി.
ജനം ദൈവത്തോട് അടുത്തിട്ടില്ല, അവർ ദൂരെയാണ്. അന്ന് ജനം ആരെങ്കിലും അങ്ങ് അടുത്ത് പർവ്വതത്തിൻ്റെ അടുക്കൽ പോകുമെങ്കിൽ അവരൊക്കെ ഭയങ്കര ശിക്ഷ അന്ന് വിധിച്ചിരുന്നു. അപ്പോൾ ജനം ഭയപ്പെട്ടിരുന്നു, ദൈവം ഇത്ര ഭയങ്കരനാണോ? അപ്പോൾ ദൈവം പറയുന്നത്, ഞങ്ങൾക്ക് നീ വന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്ന് ഇവർ അകന്ന് ജീവിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോശെ ദൈവത്തോട് സംസാരിക്കുകയും ദൈവം പറയുന്നത് ഇവിടെ ഇവരുടെ അടുത്ത് പറയുകയും അങ്ങനെ കൽപ്പന കൊടുക്കുകയും അവർ ഇങ്ങനെ ജീവിച്ചു പോവുകയും ചെയ്തു. എന്നാലും അവർ പിന്തിരിഞ്ഞ് വെക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് പല പ്രാവശ്യം ദൈവം പ്രവാചകന്മാരെ അയച്ചു, ന്യായാധിപന്മാരെ അയച്ചു. അങ്ങനെ ഇവരെ പുറകേ തന്നെ ദൈവം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം വരെ ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു വന്നതും അതിന് അങ്ങനെ തന്നെയാണ്. അതാണ് പറഞ്ഞത്, എത്ര വട്ടം പ്രവാചകന്മാരെല്ലാം നിങ്ങൾ കൊന്നുകളഞ്ഞു, ഞാൻ എത്ര പേരെ അയച്ചോ അവരെല്ലാം നിങ്ങൾ കൊന്നുകളഞ്ഞു. ഈ ജനം തിരിച്ചറിഞ്ഞില്ല എന്തിനാണ് ദൈവം ഇതൊക്കെ ചെയ്ത്, എന്തിനാണ് ഇവരൊക്കെ അയച്ചു എന്ന് ഈ ജനത്തിന് ചിന്തിക്കാനുള്ള ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും കൊന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, പ്രവാചകന്മാരെ കൊല്ലുകയും ചെയ്തവരെ ഞാൻ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിലേക്ക് മറയ്ക്കും പോലെ നിങ്ങളെ മറയ്ക്കുവാൻ എത്ര വട്ടം മനസ്സായിരുന്നു. ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നു ആ അബ്രഹാമിൻ്റെ സന്തതികളെ രക്ഷിക്കുവാനായി, ആ അബ്രഹാമിൻ്റെ സന്തതികളെ വിടുവിക്കുവാനായി. അതാണ് ഒരു ഭാഗത്ത് ഒരു സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത്, മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്ക് നായ്ക്കുട്ടികൾ തിന്നുന്നല്ലോ കർത്താവേ, അങ്ങനെയാണെങ്കിൽ എനിക്കും അതിൽ നിന്ന് ഒരു തുണ്ട് കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വിശ്വാസത്തെ അർപ്പിച്ചപ്പോൾ കർത്താവ് തന്നെ അങ്ങ് മനസ്സലിഞ്ഞു. ഇത്രയും വിശ്വാസം ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവോടെ പറഞ്ഞതാണ്, ഞാൻ ആബ്രഹാമിൻ്റെ സന്തതികളെ തേടിയാണ് വന്നത്, മറ്റാരുടെ അടുക്കലും എൻ്റെ പിതാവ് എന്നെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്രമാത്രം കരുതലോടുകൂടെയാണ് ദൈവം അന്നും ഇന്നും ജനത്തെ സ്നേഹിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം എത്രമാത്രം സ്നേഹമുള്ളവനാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ആ കഴിയാതെ പോകുന്നതാണ് സാത്താൻ നമ്മളെ കണ്ണിന് കെട്ടുന്നത്, കുരുടാക്കുന്നത്, നമ്മളെ പല വഴിക്കും കൊണ്ടുപോകുന്നത്, നമ്മൾ ദൈവത്തെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, കാണുന്നിടത്തൊക്കെ പോകുന്നത്, കാണുന്നതിനൊക്കെ ചെന്ന് ദൈവമേ എന്ന് വിളിക്കുന്നത്. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് നമുക്ക് തന്ന പദവിയാണ് അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ. അന്ന് മോശെ ജനത്തോട് സംസാരിച്ചു, മോശെ പറയും ദൈവത്തിൻ്റെ കാര്യങ്ങൾ, എന്നാൽ ഇന്ന് നമുക്ക് ഡയറക്റ്റാ പറയാം. അന്ന് ആർക്കും പറയാൻ പറ്റില്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് ഡയറക്റ്റ് ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു തിരശീല ഉണ്ടായിരുന്നു. ആ തിരശീലയെല്ലാം കർത്താവായ യേശു ക്രിസ്തു എടുത്തു മാറ്റി ഇന്ന് നമുക്ക് അപ്പാപിതാവേ എന്ന് വിളിക്കാം. അതിൻ്റെ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഞാൻ കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഞാനിത് നിങ്ങൾക്ക് ഞാൻ എടുത്ത് കാണിച്ചു തന്നതാണ്. റോമാലേഖനം 8:15, അതുപോലെ തന്നെ ഗലാത്യ 3:26 ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. അബ്രഹാമിൻ്റെ സന്തതികൾ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മൾ അബ്രഹാമിൻ്റെ സന്തതികൾ, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രയേ നമുക്ക് തന്നിരിക്കുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം. അന്ന് യഹോവ എന്ന പേരിലാണ് അന്ന് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും മോശയ്ക്ക് വെളിപ്പെട്ടത്. അന്ന് മോശെ പറഞ്ഞു, കർത്താവേ എനിക്ക് നിൻ്റെ മുഖം ഒന്ന് കാണണം, ഞാൻ ഈ ജനത്തിൻ്റെ അടുക്കൽ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, എനിക്ക് കർത്താവിൻ്റെ മുഖം ഒന്ന് കാണണം. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ മുഖം നിനക്ക് കാണാൻ പറ്റുകയില്ല, എന്നെ കണ്ടവർ ആരും ജീവിച്ചിരുന്നിട്ടില്ല എന്ന്. അത്രമാത്രം ഭയങ്കരനാണോ നമ്മളെ ദൈവം? ഒരിക്കലുമല്ല. വിശുദ്ധി കൂടാതെ ദൈവത്തെ ആർക്കും അടയുവാൻ സാധിക്കില്ല. അതിൻ്റെ അർത്ഥം നമുക്ക് വിശുദ്ധി വേണം. വിശുദ്ധി കൂടാതെ ഒരുത്തർക്കും ദൈവത്തെ തൊടുവാനോ ദൈവത്തെ സ്പർശിക്കുവാനോ സാധിക്കില്ല. നമ്മൾ പരിശുദ്ധമായ വിശുദ്ധിയോടുകൂടെ ഇരിക്കുന്നുവെങ്കിൽ, അതായത് നമ്മൾ മാനസാന്തരപ്പെട്ട് വിശുദ്ധിയോടെ ഇരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ദൈവത്തെ നമുക്ക് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ സാധിക്കും. അല്ല എങ്കിൽ നമുക്ക് അപ്പാ പിതാവേ എന്ന് വിളിക്കാം. എന്നാൽ
ദൈവത്തെ പൂർണ്ണമായി നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമുക്ക് മാനസാന്തരം വേണം, വിശുദ്ധി വേണം. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധിക്കുകയില്ല. ദൈവം നമ്മളോട് സംസാരിക്കണമെങ്കിലും നമ്മൾ വിശുദ്ധരായി ജീവിക്കണം, വിശുദ്ധി വേണം. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശുവിനെ കർത്താവ് കൊണ്ട് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അത് ഉറപ്പാണ്, നമ്മൾ രക്ഷിക്കപ്പെടും. അവനെ കർത്താവെന്ന് നമ്മൾ ഏറ്റുപറയണം, നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അവനെ മരിച്ചവരിൽ നിന്ന് കർത്താവ് ഉയർപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. തിരുവചനത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒരുപാട് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ ബൈബിൾ എന്ന് പറയുമ്പോൾ, ഈ തിരുവചനങ്ങളെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇതിൽ കൂടുതലും കാണുവാൻ സാധിക്കുന്നത്. ദൈവം മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കുന്നു. താൻ തൻ്റെ ഛായയിലും സദൃശ്യത്തിലും ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ആ മനുഷ്യൻ എത്രമാത്രം ഭാഗ്യവാനാണ്. നമ്മളെ സ്നേഹിക്കുന്ന ഇങ്ങനെയുള്ള ഒരു ദൈവമുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, മറ്റാർക്കുമുള്ളതുപോലെ അല്ല നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, അതായത് നമ്മളെ കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പുറകെ പറയാൻ. ദൈവ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കാം. പല ഭാഗങ്ങൾ തിരുവചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം, ആ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ആയുസ് പോരാ. അത്രമാത്രം കാര്യങ്ങളാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്ന് പലരും സ്വീകരിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അവൻ മനുഷ്യനായി വന്നവനാണല്ലോ, യഹൂദനാണല്ലോ, അവൻ അവിടെയല്ലേ വന്നു, അവൻ അറബിയാണല്ലോ. ഇങ്ങനെ ഓരോരുത്തർ ഓരോ തരത്തിലൊക്കെ പറയുന്നുണ്ട്. യേശു ക്രിസ്തു ആരാണെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവൻ്റെ സ്നേഹത്തെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അവനെ മനസ്സിലാക്കിക്കൊണ്ട് അവനെ വിശ്വസിക്കുന്നവർക്ക് അവൻ അത്രമാത്രം സംരക്ഷണം കൊടുക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് തിരുവചനത്തിൽ. അവൻ തൻ്റെ ദൂതന്മാരെ കാവൽ നിർത്തുവരെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഭാഗത്തിൽ ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ ഭാഗം കർത്താവ് സങ്കീർത്തനത്തിൽ പറയുന്നത്, അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട്, സങ്കീർത്തനം 91 അത് ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അവൻ അത്രമാത്രം തൻ്റെ മക്കളെ കരുതലോടുകൂടെ നോക്കുമെന്നാണ് അതിൻ്റെയൊക്കെ അർത്ഥം. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ദൈവത്തെയാണ് ഇന്ന് പലരും ഉപേക്ഷിച്ചിട്ട് പല വഴികളിലേക്ക് പോകുന്നത്. ദൈവം എത്രമാത്രം സ്നേഹമുള്ളതെന്ന് തിരിച്ചറിയാൻ ഇന്ന് ജനങ്ങൾക്ക് കഴിയുന്നില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഞാനൊരു ഭാഗം നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. 44:6 യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44:6 ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളത് കേൾക്കുക, അത് വായിക്കുക, നിങ്ങളും എടുത്ത് വായിക്കുക. അതിൻ്റെ ആ ഭാഗങ്ങളെല്ലാം ഒരുപാട് ദൈവത്തിൻ്റെ വലിയ അഭിഷേകത്തിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നു 40:6 ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ, അവൻ്റെ വീണ്ടെടുപ്പുകാരനുമായ സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവമില്ല. അന്ന് ഇസ്രായേൽ ജനത്തിന് ദൈവം വെളിപ്പെട്ടത് യഹോവ എന്ന പേരിലാണ്. ആ ദൈവം തന്നെ യെശയ്യാ പ്രവാചകനിൽ കൂടെ ജനത്തോട് സംസാരിക്കുകയാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാണ്, ഞാനല്ലാതെ ഒരു ദൈവമില്ല, നിങ്ങൾ വേറൊരിടം പോവരുത്. ജനം പിന്തിരിഞ്ഞ് അവർക്ക് തോന്നിയിടത്തൊക്കെ പോവുകയാണ്, തോന്നിയവരെയൊക്കെ ആരാധിക്കുകയാണ്, തോന്നിയവരൊക്കെ വിളിക്കുകയാണ്. ഈ ലോകത്തിൽ ജീവിച്ചു പോയ പ്രഭുക്കന്മാരെയൊക്കെ അവരുടെ സ്വരൂപങ്ങളെ വെച്ചിട്ട് അവർ ആരാധിക്കുകയാണ്, ബാൽ ദൈവങ്ങളെ. അതാണ് ബാൽ ദൈവങ്ങളെന്ന് ഞാൻ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ എല്ലാം വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കേൾക്കാത്തവർ അത് എടുത്ത് കേൾക്കുക, അത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അതിൽ ഞാൻ ചിലതൊക്കെ ഞാൻ സ്ലോ ആയിട്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വചനഭാഗങ്ങൾ എടുത്ത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം ഈ ഭൂമിയിൽ ദുഷ്ടശക്തികളൊക്കെ എങ്ങനെ ഉരുവായി എന്നുള്ളതൊക്കെ അത് വ്യക്തമായി ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ഈ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് കൊടുത്തിരിക്കാം, നിങ്ങളത് എടുത്ത് കേൾക്കുക പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ കർത്താവിൻ്റെ സുവിശേഷം അനേകരുടെ അടുക്കൽ പോകണം എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിതിനെ ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, നിങ്ങൾ എന്നെ സഹായിക്കുക. വേറെ ഒന്നും ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഇത് ചെയ്താൽ തന്നെ വലിയ ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ സുവിശേഷം പല സ്ഥലങ്ങളിലും പല ആൾക്കാരുടെ അടുക്കലും പോകാനിടയാകും. നിങ്ങൾ അറിയുന്നവരുടെ അടുത്തൊക്കെ ഇതിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രിയമുള്ളവരെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഇത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്നതാണ്. കാരണം ജനം പിന്തിരിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അങ്ങനെ പോകരുതെന്ന് പ്രവാചകന്മാർ പലരും ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. അടുത്ത് 48-ാമത്തെ അധ്യായത്തിൽ കർത്താവ് 12 ഒരു കാര്യം പറയുന്നുണ്ട്. അത് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഇങ്ങനെയാണ്. സ്തോത്രം. അപ്പോൾ നിങ്ങൾ കേൾക്കുക. അതിൽ ഇപ്രകാരം പറയുന്നു: യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ, എൻ്റെ വാക്ക് കേൾക്ക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എൻ്റെ കൈ ഭൂമിക്കടിസ്ഥാനമിട്ടു, എൻ്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവ ഒക്കെയും ഉളവായി വരുന്നു. നോക്കണേ, ഞാൻ ആദ്യനും അന്ത്യനുമാണ്. ആദ്യനും അന്ത്യനും എന്ന് വെച്ചാൽ ആദ്യമുണ്ടായിരുന്നവനും അവസാനത്തെ, അതായത് അവസാനമില്ല, ദൈവത്തിന് അവസാനമില്ല. അവസാനം വരെ, ഏതുവരെ ഉണ്ടോ അതുവരെ ഉള്ളവനാണ് ആര്? ഈ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ മറയ്ക്കും പോലെ മറയ്ക്കുവാൻ എത്ര വട്ടം എനിക്കിഷ്ടമുണ്ടായിരുന്നു. പ്രവാചകന്മാരെ കൊല്ലുകയും തല്ലുകയും ചെയ്തവളേ എന്നാണ് വിളിക്കുന്നത്. എത്ര പ്രവാചകന്മാരെ ദൈവം അയച്ചുവോ, എത്ര പേരയച്ചുവോ, എല്ലാവരെയും ഇവർ കൊന്നു കളഞ്ഞു എന്നാണ് പറയുന്നത്. ജനം അത്രമാത്രം ദൈവത്തെ സ്നേഹിക്കാതെ സത്യദൈവത്തെ വിട്ട് പിന്തിരിഞ്ഞു പോയി. കാരണം എന്ത്? ഇവർക്ക് സത്യദൈവത്തെ വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ ഉദ്ദേശം നിയമമുണ്ട്. നിയമം കൊടുത്തു. ദൈവത്തോട് അടുക്കുവാൻ, ദൈവത്തോട് ചേരുവാൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുവാൻ ഒരു നിയമം കൊടുത്തു. ഈ നിയമം അനുസരിക്കില്ല ഇവർ. ഇതാണ് പ്രധാന കാരണം. മറ്റതാണെങ്കിൽ ഒരു നിയമവുമില്ല. മദ്യപിക്കണമെങ്കിൽ മദ്യപിക്കാം, വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം, തോന്നിയവാസം ജീവിക്കാം, എങ്ങനെ വേണമെങ്കിലും പോകാം, ആരും ഒരു കുറ്റവും പറയില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ അവസാനം ചെന്നിട്ട് കുഴിയിലും വിളാം. എല്ലാം നശിച്ച് എല്ലാം നഷ്ടപ്പെട്ട് അവസാനം ഉപദ്രവങ്ങളിൽ അടിമപ്പെടുമ്പോൾ പിന്നെ കടന്ന് നിലവിളിക്കാൻ തുടങ്ങും. ഇതാണ് ജനത്തിൻ്റെ ഒരു സ്വഭാവം. ഇവിടെ ആണെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലാണെങ്കിൽ നിയമമുണ്ട്. നീ അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യരുത്, ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നിയമം വച്ചിട്ടുണ്ട്. ഞാനല്ലാതെ നിനക്കൊരു ദൈവം ഉണ്ടാകരുത്, നിൻ്റെ അപ്പനെയും അമ്മയും നീ ബഹുമാനിക്കണം, അങ്ങനെ ഇങ്ങനെ എത്ര കൽപ്പന 10 കൽപ്പന ദൈവം കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ അനുസരിക്കണം, ഒന്നും അനുസരിക്കേണ്ട, തോന്നിയവാസം ജീവിക്കാം. അതാണ് ജനം പുറകോട്ട് പോകുന്നത്. തോന്നിയ ഇടത്തിലേക്ക് പോയിട്ട് അങ്ങ് ജീവിക്കുക. കാരണം ഈ ഭൂമിയിൽ അങ്ങ് ജീവിക്കാം, ആരെയും നിർബന്ധിക്കില്ലല്ലോ ആരും. കാരണം ദൈവം അങ്ങ് വിട്ടിരിക്കുകയല്ലേ, മനുഷ്യനെ അങ്ങ് വിട്ടിരിക്കുക. അതുകൊണ്ട് അവൻ അങ്ങ് തോന്നിയവാസം ജീവിക്കുക. അപ്പോൾ അവനോട് പറയുന്നതാണ് കർത്താവ്, ഞാൻ തന്നെ ദൈവം, ഞാനല്ലാതെ ഒരു ദൈവമില്ല, നിങ്ങൾ ഒരിടവും പോകരുത്, ആരുടെ അടുക്കൽ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഇന്നത് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ജനം കേൾക്കില്ല. ഞാൻ തന്നെ ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത്. ഇതേ ഭാഗം തന്നെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു ഭാഗം. കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലൻ യോഹന്നാന് പത്മോദ്വീപിൽ വെച്ച് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു കാര്യം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിവിടെ അറിയാനുള്ളത്. ഏത് ദൈവം അവിടെ ഞാൻ അൽപേഹോ ഓമേഹോ എന്ന് പറഞ്ഞോ, ആ ദൈവം തന്നെ, കർത്താവ് തന്നെ ഇവിടെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഒരു ഭാഗം, ഞാൻ അൽപേഹവും ഓമേഹവുമാകുന്നു, ഞാൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. അപ്പോൾ ഇനി കർത്താവ് വരും. അതാണ് നമ്മുടെ കർത്താവ് വരും. തൻ്റെ മക്കളെ ചേർക്കുവാൻ വരും. തൻ്റെ ഈ ഭൂമിയിൽ കൊന്നുകളഞ്ഞില്ലേ ഈ ജനം, ആ അപ്പോസ്തലന്മാർ പ്രവാചകന്മാരെയൊക്കെ കർത്താവ് വിളിക്കും, കൂട്ടിച്ചേർക്കും.
അന്ന് ജീവിച്ചിരിക്കുന്നവർ എല്ലാവരും രൂപാന്തരപ്പെട്ടു പോവും. തെസ്സലോനിക്ക ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിടെ പറയുകയാണ്. അതുപോലെ തന്നെ ഇതേ ഭാഗം തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നാം വരുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ കർത്താവിൻ്റെ ആ തേജസ്സിനെ കുറിച്ച് പറയുന്നു. അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവൻ, വെള്ളോട്ടിനൊത്ത പാദങ്ങളുള്ളവൻ, മാറത്ത് പൊൻകച്ച ധരിച്ചവൻ. ഇങ്ങനെ കർത്താവിൻ്റെ തേജസ്സിൻ്റെ മുന്നിൽ യോഹന്നാന് നിൽക്കാൻ പറ്റിയില്ല. അവൻ വീണുപോയി, അവൻ ബോധം കെട്ടുപോയി. ദൈവത്തിൻ്റെ ആ തേജസ് കണ്ടിട്ട്, ആ മനുഷ്യപുത്രൻ്റെ ഒരു തേജസ്സിനെ കണ്ട് യോഹന്നാൻ വീണുപോയി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിനെ കണ്ട്, പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിനെ കണ്ട് യോഹന്നാൻ മരിച്ചവനെ പോലെ ആയെന്ന്. അന്ന് തിന്നു കുടിച്ച് കൂടെ ഇരുന്ന ആ യോഹന്നാനാണ് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിനോട് കൂടെ തിന്നു കുടിച്ചവരാണ്. എന്നാൽ ഇവിടെ ഇതാ യോഹന്നാൻ കണ്ടിട്ട് ബോധം കെട്ടുപോയി. ആ ക്രിസ്തുവിൻ്റെ രൂപം, ക്രിസ്തുവിൻ്റെ ആ തേജസ്, യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിനെ കണ്ട്. പ്രിയമുള്ളവരെ, അവിടെ പറയുന്ന ഒരു ഭാഗമാണ് വീണ്ടും ഇതാ അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽകൾ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാണ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ മരണത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനാണ് ഈ മരണം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തിനു വേണ്ടി കർത്താവ് ഇവിടെ വന്ന് മരിച്ചു? ആദാമിൻ്റെ പാവത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാനാണ്. ആദാം പാവം ചെയ്ത് ഈ സകല തേജസ്സും നഷ്ടപ്പെടുത്തി. മനുഷ്യൻ സാത്താൻ്റെ പിടിയിലായി, പാപത്തിൻ്റെ പിടിയിലായി. അവൻ പാവിയായി തീർന്നു. മനുഷ്യൻ ഈ ലോകത്തിൽ സാത്താൻ്റെ അധികാരത്തിലായി തീർന്നു. അവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും മനുഷ്യനെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ്, സ്വർഗത്തിലെ പിതാവ്, ഈ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി സ്ത്രീയിൽ കൂടെ ജന്മമെടുത്ത് ഈ ഭൂമിയിൽ വന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഇവിടെ എല്ലാവരെയും സ്നേഹിച്ചു. തെറി പറഞ്ഞവരെയും സ്നേഹിച്ചു, ഭൂതമുണ്ടെന്ന് പറഞ്ഞവരെയും സ്നേഹിച്ചു, തുപ്പിയവരെയും സ്നേഹിച്ചു, കൊന്നവരെയും സ്നേഹിച്ചു, എല്ലാവരെയും സ്നേഹിച്ചു. എന്തുകൊണ്ടെന്നാൽ അവൻ നമ്മുടെ ദൈവമാണ്, നമ്മളെ സൃഷ്ടിച്ചവനാണ്. ഇന്ന് അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ ഒരു പുത്രത്തിൻ്റെ ആത്മാവിനെ തന്ന് അവൻ പുത്രനായി വന്നതുകൊണ്ട് അന്ന് മോശെ ജനത്തോട് സംസാരിക്കാൻ ദൈവത്തിൻ്റെ മധ്യസ്ഥനായി നിന്നു. എന്നാൽ ഇവിടെ ഇതാ ഒരു മധ്യസ്ഥനും ആവശ്യമില്ല. നമുക്ക് അപ്പാ പിതാവേ എന്ന് വിളിക്കാം. ധൈര്യത്തോടുകൂടെ അപ്പാ പിതാവേ എന്ന് വിളിക്കാം. അത്രമാത്രം ഒരു സ്നേഹത്തിൻ്റെ ഉടമയാണ് നമ്മുടെ ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം. നമ്മൾ ഈ ദൈവത്തെ വിട്ട് എവിടെയെങ്കിലും പോയാൽ ദൈവം പൊറുക്കുമോ? നമ്മൾ കാണിക്കുന്നത് എത്രമാത്രം തെറ്റാണെന്ന് നാം ചിന്തിച്ചു നോക്കണം. ഈ ലോകത്തിൽ പല വഴികളുണ്ട്, പല വഴികൾ. ഇന്ന് പലരും പല വഴിക്ക് പോകുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് കുറച്ചൊക്കെ ഓർമ്മപ്പെടുത്തി. എന്തിനാണ് ഈ സ്നേഹവാനായ ദൈവത്തെ വിട്ട് നമ്മൾ പോകുന്നത്? ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഇന്ന് എന്തുകൊണ്ട് ജനത്തിന് കഴിയുന്നില്ല? നമ്മളത് ചിന്തിച്ചു നോക്കണം. ഇവിടെ നോക്കുക, യെശയ്യാ പ്രവാചകൻ പറഞ്ഞ അതേ ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഞാൻ മരിച്ചവനായിരുന്നു, ഇന്ന് ജീവിക്കുന്നു. അവിടെ പറയുന്നു, ഞാൻ തന്നെ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആ കർത്താവ്, ഇനി ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഓർമ്മപ്പെടുത്താം. സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ 6-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഞാൻ വഴിയും ഞാൻ സത്യവും ഞാൻ ജീവൻ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ പോവില്ല. ഒരു വാക്യം പ്രത്യേകിച്ച് അവിടെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, ഞാനല്ലാതെ മറ്റാരുമില്ല പിതാവിൻ്റെ അടുക്കൽ പോകാനുള്ള വഴി. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തെ കാണണമെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തു എന്ന നാമത്തിൽ കൂടെ അല്ലാതെ നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരാംശം. നമുക്ക് ഇത് വ്യക്തമായി മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത് പറയുമ്പോൾ ഫിലിപ്പോസ് പറയുകയാണ്, ഞങ്ങൾക്ക് ഇത്തിരി പിതാവിനെ ഒന്ന് കാണിച്ചു തരണം.
അപ്പോൾ ഫിലിപ്പോസിനോട് കർത്താവ് ചോദിക്കുകയാണ്, ഫിലിപ്പോസേ, ഇത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നു, എന്നെ നീ അറിയുന്നില്ലയോ? ഫിലിപ്പോസേ, എന്നെ നീ അറിയുന്നില്ലയോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു കഴിഞ്ഞു. പിന്നെ നീ എങ്ങനെയാണ് പറയുന്നത്? പിതാവിനെ എനിക്ക് കാണിച്ചു തരണമെന്ന്? എന്നെ നീ കണ്ടുവോ? പിതാവിനെ നീ കണ്ടു കഴിഞ്ഞു, പിന്നെ നീ എങ്ങനെയാണ് എന്ന് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. പിതാവായ ദൈവത്തെ കാണുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ കണ്ടാൽ മതി. യേശു ക്രിസ്തു തന്നെയാണ് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്നത്. അതാണ് പരിശുദ്ധാത്മാവിൽ ജന്മം എടുത്ത് ഭൂമിയിൽ വന്നത്. ഇന്ന് കർത്താവിനെ ആരാധിക്കാൻ ദൂതന്മാരുണ്ട്. എത്ര ദൂതന്മാർ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നെന്നറിയാമോ? എത്ര ദൂതന്മാരാണ് കർത്താവിനെ ആരാധിക്കുന്നതെന്ന്. 24 മൂപ്പന്മാരും. ഇതാ വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം നോക്കുക. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുകൾ ഉള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ ദൂതന്മാർ, അവരുടെ ചുറ്റും കണ്ണുകളാണ് ദൂതന്മാരുടെ ചുറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നു, നോക്കണേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്ര വലിയവനാണ്, കർത്താവായ യേശു ക്രിസ്തു എത്ര വലിയവനാണെന്ന് ചിന്തിച്ചു നോക്കണം. ഇന്ന് ഭൂമിയിൽ ആരെങ്കിലും പറയുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കണമോ എന്ന് അവർ ചോദിക്കുന്നുവെങ്കിൽ അവർക്കുത്തരം ഇവിടെ കിടക്കുന്നു. അവർക്കുത്തരം ഇവിടെയുണ്ട്. അവരോട് ധൈര്യത്തോടെ പറയുക, ലജ്ജിക്കേണ്ട ആവശ്യമില്ല. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അവനെ 24 മണിക്കൂറും പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ ദൂതന്മാർ അവരെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തെന്നറിയാമോ? ചിറകുള്ള അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അടുത്തതായി താഴോട്ട് പറയുന്നു, 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുന്നിൽ വീണു, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഇടും. അത് ഇടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? സകലതും ദൈവം സൃഷ്ടിച്ചതാണ്. യേശു ക്രിസ്തുവാണ് അതിൻ്റെ നാഥൻ. യേശു ക്രിസ്തുവാണ് സൃഷ്ടിച്ചത്. യേശു ക്രിസ്തുവാണ് ഉണ്ടാക്കിയത്. യേശു ക്രിസ്തുവിൻ്റെ കരവേലയാണ് ഈ ഭൂമി. യേശു ക്രിസ്തുവാണ് സർവത്തിൻ്റെയും ഉടയവൻ. യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ വരാൻ കാരണം ദൈവത്തോട് അടുക്കുവാൻ ജനത്തിന് കഴിയാതിരുന്നു. ഇന്ന് അപ്പാ പിതാവേ എന്ന് വിളിക്കാം ധൈര്യത്തോടുകൂടെ. അപ്പാ പിതാവേ എന്ന് വിളിക്കാം ആർക്കും. അതാണ് പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അപ്പാ പിതാവേ എന്ന് വിളിക്കാം. ന്യായാധിപൻ അവനാണ്. വീണ്ടും വെളിപ്പാട് പുസ്തകം അവസാനത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നോക്കണേ, നമ്മൾ വന്നിരിക്കുന്നത് നിസാരമായ ഒരു പ്രവാചകൻ്റെ അടുക്കലല്ല. ചിലർ പ്രവാചകൻ എന്ന് പറയുന്നുണ്ട്, പക്ഷേ അവൻ ജീവിക്കുന്ന ദൈവമാണ്, ഈ സകലത്തെ നിർമ്മിച്ചവനാണെന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നു. വെളിപ്പാട് പുസ്തകം വ്യക്തമായി പറയുകയാണ്, അവൻ ജീവിക്കുന്ന ദൈവമാണ്. ഈ ഭൂമിയെ അടിസ്ഥാനമിട്ടത് അവനാണ്, അവൻ്റെ കൈവേലയാണെന്ന് പറഞ്ഞിരിക്കുന്നു. നോക്കണേ, വെളിപ്പാട് പുസ്തകം 22:13, ഞാൻ അൽപേകവും ഓമേകവും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടെ നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രമലക്കുന്നവൻ ഭാഗ്യവാൻ. വസ്ത്രം അതായത് വിശുദ്ധി, അതായത് മാനസാന്തരം. ഇതൊക്കെയാണ് ഈ വസ്ത്രത്തിൻ്റെ അർത്ഥം. ഗോപുരത്തിൽ കൂടെ കടക്കാവൂ. ദൈവം വച്ച വഴിയിൽ കൂടെ നിനക്ക് പോകാൻ പറ്റൂ. വേറൊരു വഴിയുമില്ല. അല്ലാതെ നീ വേറെ വഴിക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. വഴിയും സത്യവും ജീവനും യേശു ക്രിസ്തു തന്നെയാണ്. അതാണ് അപ്പോസ്തലന്മാർ ജീവനെ വെടിഞ്ഞത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ഈ ലോകത്തിൽ
തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. ഈ ലോകത്തിൽ ഞങ്ങൾ മരിച്ചാലും നിത്യജീവൻ ഞങ്ങൾക്ക് ഉറപ്പാണ്. സ്വർഗത്തിൽ നിത്യജീവന് വേണ്ടി അവൻ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കും, ഞാൻ നിങ്ങൾക്ക് ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കാൻ തരും, ഞാൻ നിങ്ങളെ അവിടെ സുഖവാസത്തിൽ കൊണ്ടുപോകും, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയവൻ ഇന്ന് എല്ലാവരും ചിന്തിക്കുകയാണ്, എന്തെന്നറിയാമോ? 2000 വർഷം കഴിഞ്ഞല്ലോ എന്ന്. നോഹയുടെ കാലം പോലെ, ലോത്തിൻ്റെ കാലം പോലെ എൻ്റെ വരവിൽ നടക്കുമെന്ന് പറഞ്ഞു. ഈ ഭൂമിയിൽ കർത്താവിൽ വിശ്വസിക്കാതെ മത്സരിച്ച് ജീവിക്കുന്ന അന്നാരെങ്കിലും ഇരിക്കുമെങ്കിൽ ഈ ഭൂമിയിൽ വെന്ത് തീയിൽ എരിഞ്ഞ് എല്ലാവരും എരിഞ്ഞ് കരിഞ്ഞു പോകും. ആകാശത്ത് നിന്ന് തീ ഇറങ്ങി എല്ലാവരെയും നശിപ്പിക്കുമെന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂമിയിൽ എല്ലാം നശിച്ചു പോകും. അതിൽ നിന്ന് വിടുവിക്കപ്പെടണമെങ്കിൽ രണ്ടാമത്തെ മരണമെന്നൊന്നുണ്ട്. ആ രണ്ടാമത്തെ മരണത്തിൽ പോകാതിരിക്കണമെങ്കിൽ, ആ രണ്ടാമത്തെ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെടണമെങ്കിൽ, ആ രണ്ടാമത്തെ മരണത്തിൽ നിന്ന് നീ എന്നേക്കുമായി നിത്യജീവനിലേക്ക് പോകണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ രക്ഷയ്ക്ക് നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. വേറൊരു നാമവുമില്ല. നിനക്ക് രക്ഷിക്കപ്പെടണമെങ്കിൽ, രക്ഷയ്ക്കായി, ജീവന് വേണ്ടി. അതാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. സകലരും ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിൽ കൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്ന് വായിച്ചു നോക്കുക. ഞാനത് പല പ്രാവശ്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതാ വീണ്ടും നിങ്ങളെ ഞാൻ അത് ഓർമ്മപ്പെടുത്തുകയാണ്. ഫിലിപ്പിയ ലേഖനം ഇപ്രകാരം പറയുന്നു, നോക്കണേ. 2-ാമത്തെ അധ്യായത്തിൽ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ സ്തോത്രം 9-ാമത്തെ വാക്യം ഇതാ, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി, അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുളങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയും. ഈ ലോകത്തിലുള്ള സകലരും ഈ കർത്താവിൻ്റെ പാദത്തിൽ മുട്ടുമടക്കും. ഈ ലോകത്തിൽ ജീവിച്ചു പോയ ചെറിയവരും വലിയവരും ഈ കർത്താവിൻ്റെ പാദത്തിൽ മുട്ടുമടക്കും. ആരും അന്ന് ദൈവത്തെ തള്ളിപ്പറയില്ല. അന്നവർ ഈ ക്രിസ്തുവിനെ, ഈ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. അന്നറിയാതെ പല വഴിക്ക് അവർ പൊയ്ക്കൊണ്ടിരുന്നു. എന്നാൽ അന്ന് പലരും തങ്ങളെ തന്നെ ദേവന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കൊണ്ട് അവരെ തന്നെ ആരാധിപ്പിച്ചിരുന്നു. അവർ മരിച്ചു പോയ പിന്നെ അവരെ തന്നെ ജനം പൂജിച്ചിരുന്നു, ആരാധിച്ചിരുന്നു. എന്നാൽ ഇതാ ഇവിടെ കർത്താവ് പറയുകയാണ്, ഈ ലോകത്തിൽ ഏതൊരു വ്യക്തിക്കും ഈ കർത്താവിൻ്റെ മുന്നിൽ വരേണ്ടി വരും. പ്രിയമുള്ളവരെ, അതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തെസ്സലോനിക്യ ലേഖനത്തിൽ 1 തെസ്സലോനിക്കർ 4-ാമത്തെ അധ്യായത്തിൽ അതാ പറഞ്ഞിരിക്കുന്നു. 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ ദൈവത്തിൻ്റെ കാഹളനാദത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇതനുഭവിക്കാനാണ് പ്രിയമുള്ളവരെ ഈ ഭൂമിയിൽ അപ്പോസ്തലന്മാർ തങ്ങളെ തന്നെ അവരെ ജീവൻ ഒന്നുമില്ല എന്ന് പറഞ്ഞങ്ങ് തള്ളിയത്. കൊല്ലുമെങ്കിൽ കൊന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് പറഞ്ഞുകൊണ്ട്. എന്തിനാണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലം ഇവർ മാത്രമല്ല കണ്ടത്, പരിശുദ്ധാത്മാവിൽ കണ്ടത് ഇവർ മാത്രമല്ല, അന്ന് ആ പിതാക്കന്മാരും കണ്ടിരുന്നു, ആബ്രഹാം പിതാവും കണ്ടിരുന്നു. ഇങ്ങനെ ഒരു സംഭവം നമുക്കായി ഉണ്ടെന്ന് അറിയാമോ? അതുകൊണ്ടാണ് അവർ പറഞ്ഞ ഉടനെ വിഗ്രഹ ആരാധനയെല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നത്. ഈ ലോകത്തിൽ നാം എങ്ങനെ തന്നെ ഇന്നുവരെ ജീവിച്ചു, അത് ദൈവം നോക്കുന്നില്ല പ്രിയമുള്ളവരെ.
എങ്ങനെ തന്നെ നമ്മൾ ജീവിച്ചു അത് നോക്കുന്നില്ല. ഈ ലോകത്തിൽ കർത്താവ് ഒരു മതം സ്ഥാപിക്കാൻ വന്നതുമില്ല. തന്നിൽ വിശ്വസിക്കുന്നവർക്കാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ആബ്രഹാമിൻ്റെ സന്തതിയിലേക്ക് അവൻ ചേർക്കുകയാണ്. ആബ്രഹാമിൻ്റെ സന്തതിയിലേക്ക് ചേർക്കുകയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ. വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശുദ്ധിയോടും ഭക്തിയോടും ജീവിച്ച് ആ ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ യോഗ്യതയുള്ളവരായി തീരണമെങ്കിൽ നാം എപ്പോഴും പ്രത്യാശയോടുകൂടെ കർത്താവിനെ വിശ്വസിച്ച് കാത്തിരിക്കണം. ഒരു ദിവസമല്ല, 2 ദിവസമില്ല, എല്ലാ ദിവസവും നമ്മളെ ജീവിതകാലം മുഴുവനും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നന്മകളെല്ലാം നമ്മളെ തേടി വരും. നമ്മളറിയാതെ കർത്താവ് തനിക്കായി തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. ആ ജീവനുള്ള ദൈവം, ആ കർത്താവ്, ആ മഹത്വമേറിയവൻ, അവന് വേണ്ടിയാണ് ഈ ഭൂമിയിലുള്ളവരൊക്കെ ജീവൻ വെടിഞ്ഞത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ അപ്പോസ്തലന്മാർ ഇന്നും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പോ എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നത് ഭൂതങ്ങൾ. രോഗം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പോ എന്ന് പറഞ്ഞാൽ അവരെ വിട്ടു പോകും. ക്രിസ്തു എന്ന നാമം അല്ലാതെ നീ ആബ്രഹാമിൻ്റെ പേരിൽ പോ, മോശയുടെ പേരിൽ പോ, അപ്പോസ്തലന്മാരുടെ പേരിൽ പോ, പത്രോസിൻ്റെ പേരിൽ പോ, മറിയയുടെ പേരിൽ പോ എന്ന് പറഞ്ഞാൽ ആരും അനുസരിക്കില്ല. പ്രിയമുള്ളവരെ, ആരും അനുസരിക്കില്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണയിൽ നിങ്ങൾ ഒരിക്കലും ജീവിക്കരുത്. യേശു ക്രിസ്തു എന്ന നാമം മാത്രം. പത്രോസ് വിളിച്ചു പറയുന്നു അപ്പോസ്തല പ്രവൃത്തിയിൽ, ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ ഒരു നാമമില്ല മനുഷ്യരുടെ രക്ഷയ്ക്ക്. സ്തോത്രം. ആ കർത്താവാണ് വിടിവിക്കുന്നവൻ, ആ കർത്താവാണ് രക്ഷിക്കുന്നവൻ, ആ കർത്താവാണ് ജീവൻ നൽകുന്നവൻ, ആ കർത്താവാണ് നിത്യജീവൻ നൽകുന്നവൻ, ആ കർത്താവാണ് പാപം ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നവൻ, കള്ളപ്രവാചകന്മാരെ തീയിലിടുന്നവൻ. ആ കർത്താവ് തന്നെയാണ് കള്ളന്മാരെ തീയിലേക്ക് എറിയുന്നവൻ. ഇന്ന് ഭൂമിയിൽ ദൈവഭയമില്ലാതെ, ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഒരു ഭയവുമില്ലാതെ ദൈവത്തിൻ്റെ നാമത്തെ അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കള്ളന്മാർ, പ്രവാചകന്മാർ കേട്ട് മനസ്സിലാക്കിക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കും ഈ ലോകത്തിൽ കാണുന്നതാണ് വലുതെന്ന്. ഇല്ല, കർത്താവ് വരും, ന്യായവിധി അവൻ നടത്തും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഭയത്തോടും വിറയലോടുകൂടെ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഈ കർത്താവ് വിടിവിക്കട്ടെ, രക്ഷിക്കട്ടെ, സഹായിക്കട്ടെ, നിങ്ങളെ സമൃദ്ധിയായി ഭൂമിയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അനുഭവിച്ച ദൈവമാണ് പ്രിയമുള്ളവരെ, ഞാൻ അനുഭവിച്ച ദൈവമാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയുന്നത്. ഞാനിനി എന്ത് ചെയ്യും എന്നാണ് ഞാനന്ന് ചിന്തിച്ചത്. ചുഴലി എന്ന രോഗം വന്നു പിടിച്ച് ഞാനിനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു. ഒന്നും ചെയ്യണ്ട, ഞാൻ വിശ്വസിച്ചു. ഇന്ന് നിങ്ങളെ മുന്നിൽ ഞാൻ ധൈര്യത്തോടുകൂടെ കർത്താവിനെ പ്രസംഗിക്കുന്നു. എൻ്റെ ആയുസ് മുഴുവനും ഞാനത് പറയും. ആയുസ് മുഴുവനും ഞാൻ ജീവിക്കുന്ന സമയം വരെ ഈ കർത്താവിനെ ഞാൻ പ്രസംഗിക്കും, പറയും. കാരണം അവൻ അത്രമാത്രം പരിശുദ്ധനാണ്, സർവശക്തനാണ്, സ്നേഹമുള്ളവനാണ്. ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നു അത് ദൈവം ഓർത്തില്ല. ഞാൻ എന്തൊക്കെ ചെയ്തു ഒക്കെ മറന്നു കർത്താവ്. അതൊന്നും ഓർത്തില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകെ പറയാനുണ്ട്. എന്നാലും പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.